അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ ഇവിടെ 250 ml കപ്പിന് അര കപ്പ് വെള്ള അവിലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ബൗളിലേക്ക്. അപ്പൊ ഗ്ലാസിന്റെ അളവിലാണ് നിങ്ങൾ അവിൽ അളന്നെടുക്കുന്നതെങ്കിൽ ആ അളവിൽ തന്നെ ബാക്കിയെല്ലാം അളന്നെടുക്കാൻ ശ്രമിക്കുക. ഇനി അവില് ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് വെള്ളം മാറ്റിയെടുക്കാം. അവലൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവല് കഴുകിയെടുത്തിട്ട് അതിന്റെ വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ അവിലും മാവും ഒക്കെ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു കടായിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് നിറം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി 2-3 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ഉണ്ടാവേ. ഇനി ഈ ഉള്ളി ഒന്ന് വയന്ന് വരണം. ഈ ഒരു സമയം ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളിയൊക്കെ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ കാശ്മീരി വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള വറ്റൽ മുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. വറ്റൽ മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റില് നമുക്ക് മുളക് പൊടി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം വാളൻ പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈ കൊണ്ട് ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നിലക്കടലയാണ്. നമ്മൾ പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതിന്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നിലക്കടലയും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പും അവരവരുടെ അളവിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ജാറ് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കറക്റ്റ് പാകത്തിലുള്ള ഉപ്പാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നും അതുപോലെ തന്നെ 2 വറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും വേണ്ട, അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം.
അപ്പൊ അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രയാണോ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോ ഈ ഒരു പാകത്തിലുള്ള ഉപ്പ് കറക്റ്റ് അളവാണ്. ഇതിലേക്ക് നല്ല ഒരു ടേസ്റ്റ് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ദാ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മള് ഇത് മാവ് റെസ്റ്റ് ചെയ്യാതെ പെട്ടെന്നാണ് ഈ ദോശ റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു കട്ടിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ കുറച്ച് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇത് മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാവ് റെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം തവ ഒന്ന് നല്ലതുപോലെ ചൂടാക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ. 1 സ്പൂൺ മാവ് എടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മള് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്ത് ടിഷ്യൂ വെച്ച് തുടച്ചില്ല എന്നുണ്ടെങ്കിൽ മാവ് ആ ചൂട് കൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പം ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒന്ന് തളിച്ച് തുടച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പൊ അത് പരത്തി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പരത്തി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ദോശയുടെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ എടുക്കാവുന്നതാണ്. ദോശയുടെ എല്ലാ ഭാഗത്തും ചുറ്റിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ടോ തടിത്തവി വെച്ചിട്ടോ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞു വരും. മൊരിഞ്ഞു വരുന്ന സമയത്ത് ദോശ നമുക്ക് തവയിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് നല്ല കളറൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് ദോശ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ദോശകളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സാധാരണ അരിയും ഉഴുന്നും ചേർത്ത് തയ്യാറാക്കുന്ന ദോശയുടെ ആ ടേസ്റ്റ് തന്നെയാണ് മസാല ദോശയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ദോശ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള തേങ്ങ ഇല്ലാത്ത നിലക്കടല വെച്ചിട്ടുള്ള ചമ്മന്തിയും നല്ല ടേസ്റ്റ് ആണ്. രണ്ടും നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ദോശ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ദോശ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്